വിശദാംശങ്ങളിലേക്ക്. തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധി തുടരുന്നു. പൈപ്പുകളുടെ അലൈൻമെന്റ് തെറ്റിയതിനാൽ വെള്ളം പമ്പ് ചെയ്യുന്നത് വൈകും. 4 മണിയോടെ വെള്ളമെത്തുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പ് ഇതോടെ പാഴായി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, മണിക്കൂറുകളായി, ദിവസങ്ങളായി ഇപ്പോൾ വെള്ളം തലസ്ഥാന നഗരിയിൽ എത്തിയിട്ട് എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴും ജലവിതരണം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഫിജി ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം രാവിലെ മുതൽ ഉണ്ടായിരുന്നെങ്കിലും അതിന് കൃത്യമായ ഒരു നടപടി എടുക്കാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ജലവിതരണം ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഏകദേശം 5 ലക്ഷത്തോളം പേർ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 5 ലക്ഷത്തോളം പേർക്ക് ബാധിക്കുന്നത് മാത്രമല്ല, ഇത് കുടിവെള്ളം ഇനിയും വിതരണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും കടക്കുമെന്നാണ് അറിയുന്നത്. പലയിടങ്ങളിലും വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കാൻ നാളെയും സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ജലവിതരണ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ ജലവിതരണം സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നഗരത്തിലേക്ക് ഒരു മേഖലയിലേക്കും വെള്ളം എത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ, അതായത് പൈപ്പ് മാർഗം വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പറയുന്ന അതേ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു വരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് ഒരു കൃത്യമായ ഒരു പരിഹാരം ഇപ്പോൾ വ്യക്തമായി തരാൻ സാധിക്കുന്നില്ല. അത്തരത്തിലൊരു തിരിച്ചടി ഇപ്പോഴുണ്ട്. അതായത് വൈകിട്ടായിട്ടും ഈ നിമിഷം വരെയും ജലവിതരണം പമ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. 8 മണി കഴിഞ്ഞ് 8:30 തന്നെ പമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഒരല്പം മുമ്പ് വരെയും അറിയിപ്പുണ്ടായിരുന്നത്. എന്നാൽ അതിലും ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. വൈകിട്ട് 4 മണിയോടെ തന്നെ പമ്പിംഗ് തുടങ്ങി വെക്കുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിരുന്നത്. അതേപോലെ തന്നെ വൈകിട്ട് 6 മണിയോടെ തന്നെ നഗരത്തെ എല്ലായിടത്തും ജലം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് മേയറുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ജില്ലാ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിലെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അലൈൻമെന്റിൽ പ്രശ്നമുണ്ടായിരുന്നു. അതായത് പൈപ്പിന്റെ വാൾവ് ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോർച്ചയായിരുന്നു രാവിലത്തെ പ്രശ്നം. ആ ചോർച്ച പരിഹരിച്ച ശേഷം, വാൾവ് ഘടിപ്പിച്ചതിന് ശേഷം വീണ്ടും പമ്പിങ്ങിനായി ശ്രമിച്ചപ്പോൾ അലൈൻമെന്റിന് പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഒരു വാട്ടർ അതോറിറ്റിയുടെ മറുപടി അതാണ്. അപ്പോൾ അലൈൻമെന്റ് പ്രശ്നം പരിഹരിക്കാൻ ഇനിയും സമയമെടുക്കും. 8:30 ജലവിതരണം സ്റ്റാർട്ട് ചെയ്യും, അതായത് പമ്പിംഗ് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് രാത്രിയും ജലവിതരണം മുടങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നാളെ പുലർച്ചെ കഴിഞ്ഞിട്ട് ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു വഴിവെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം നാളെ സ്കൂളുകൾക്കടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഷ്ണു, മെഡിക്കൽ കോളേജ് അടക്കം ജനറൽ ആശുപത്രി ഉൾപ്പെടെ നഗരത്തിലുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലും പകരം സംവിധാനമുണ്ടോ? ഈ പ്രദേശമാകെ ജലക്ഷാമത്തിലാണോ, കുടിവെള്ള പ്രശ്നത്തിലാണോ ഉള്ളത്? പിജി, ഇപ്പോൾ പരിഹാരമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും ജലം അത്യാവശ്യമുള്ള ഇടങ്ങളിലെല്ലാം എത്തിക്കാനുള്ള സൗകര്യം, അതായത് ടാങ്കറുകളിൽ എത്തിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അവിടെയൊക്കെ എത്തിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ അടക്കം പറയുന്നത്. എന്നാൽ അത് ഇത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്ത് നൽകിയാൽ പോലും ഈ പൈപ്പിൽ കൂടി അല്ലെങ്കിൽ ജലവിതരണം സാധാരണ രീതിയിൽ നൽകുന്നത് പോലെ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വളരെ സൂക്ഷിച്ച് മാത്രം ജലം ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നാളെയും ഈ വെള്ളം വരുന്നത് മുടങ്ങുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. കാരണം വീണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ജനങ്ങൾക്ക് ഒരു അവസരം ഒരുക്കും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ വരെ സ്കൂളുകളിൽ പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളം എത്താത്തത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ അവധി വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെയോടെയോ അല്ലെങ്കിൽ രാവിലെയോടെയോ ആയിരിക്കാം ഇനി വെള്ളം പമ്പ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ പരിഹരിക്കുമെന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും അതിനൊരു കൃത്യമായ ഒരു ഉറപ്പ് ഇപ്പോൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കാരണം രാവിലെ മുതൽ തന്നെ ഓരോ സമയം പറഞ്ഞും ഓരോ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അത് സാധ്യമാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉറപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു അവസ്ഥയാണ്. വാട്ടർ അതോറിറ്റി കൃത്യമായി നടപടിയെടുത്ത് അതിന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ജലം പമ്പ് ചെയ്താൽ മാത്രമാണ് ജലവിതരണം ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ലഭിക്കുക. ഏതായാലും നിലവിൽ ഇതുവരെയും ജലം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആ കിള്ളിപ്പാലത്ത് ഭാഗത്ത് റെയിൽവേ ലെവൽ ക്രോസിന് അടുത്തുള്ള ആ ജലവിതരണത്തിന്റെ പൈപ്പ് തന്നെയാണ് ഈ പ്രശ്നമായിരിക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് പണി പുരോഗമിക്കുന്നത്. അത് പൂർത്തിയായി കൃത്യമായി അലൈൻമെന്റ് ശരിയായാൽ മാത്രമാണ്
പമ്പിംഗ് തുടങ്ങാൻ പറ്റുകയുള്ളൂ. ആ പമ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ജലസംഭരണിയിലേക്ക് വെള്ളം വിടേണ്ടതുണ്ട്. അവിടെ നിന്നുമാണ് പല മേഖലകളിലേക്ക് വെള്ളം തരംതിരിച്ച് പൈപ്പുകളിലൂടെ നൽകാൻ സാധിക്കുന്നത്. ഇതിന് പൂർണ്ണമായും ഒരു പമ്പിംഗ് തുടങ്ങിയാൽ ഏകദേശം 1.5 മണിക്കൂർ വരെ സമയം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ കൊണ്ട് മാത്രമായിരിക്കും തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളം കൃത്യമായി കിട്ടിത്തുടങ്ങുക. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് രാത്രി വൈകുന്തോറും ഈ പമ്പിംഗ് ആരംഭിച്ചാൽ മാത്രമാണ് ഇനിയും കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വെള്ളം കിട്ടുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ. ഏതായാലും പുലർച്ചെ അല്ലെങ്കിൽ രാവിലെയോടെ തന്നെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇന്ന് രാത്രി തന്നെ ഈ പരിപാടികൾ അല്ലെങ്കിൽ ഈ പണികളെല്ലാം പൂർത്തിയാക്കി വേഗത്തിൽ ചെയ്യണമെന്നുള്ള ഒരു സമ്മർദ്ദവും ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മേലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിലൊക്കെയും ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തന്നെ 4 ദിവസത്തോളം വെള്ളം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആദ്യമായുള്ള സംഭവമാണ്. ചരിത്രത്തിൽ ആദ്യം എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ശരി വിഷ്ണു, തലസ്ഥാനത്ത് വെള്ളം മുടങ്ങിയിട്ട് 4 ദിവസമായി. ഇന്ന് രാത്രി വൈകിയെങ്കിലും വെള്ളം എത്തുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. പക്ഷേ അതിനും സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് വിഷ്ണു കരുണാകരൻ നമ്മുടെ പ്രതിനിധി നൽകുന്നത്.